എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ നേഴ്സിംഗ് അഡ്മിഷനായ PNC മാക്കിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PNC മാക്ക് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ടോക്കൺ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. അതുമാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. സെപ്റ്റംബർ 9 മുൻപായിട്ട് തന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുക. 10,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ലഭിച്ചിരിക്കുന്നത് ആ കോളേജിൽ നിങ്ങൾ നേരിട്ട് പോയി ജോയിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, ആ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കുക. 9-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ നേരിട്ട് പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലൈ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ രേഖകളും ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും അടച്ച് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഓക്കെ അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, കോളേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പം 5-ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്. അതിന് മുന്നോട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും കോളേജ് കിട്ടാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കൺ ഫീ അടയ്ക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഒരു കോളേജിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ ആയ 10,000 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോക്കൺ ഫീ അടച്ചതിൻ്റെ റിസീപ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ടോക്കൺ ഫീ അടച്ച റിസീപ്റ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ റീഫണ്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിൽ എത്ര കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെക്ക് ഹിയർ ടു സീ ദ BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ കോളേജിലും ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ ബാക്കി വരുന്ന സീറ്റുകളിലേക്കും അതുപോലെ തന്നെ ടോക്കൺ ഫീ അടയ്ക്കാതെ സീറ്റ് ഒഴിവായി പോകുന്ന സീറ്റുകളിലേക്കും അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യാതെ വരുന്ന സീറ്റുകളിലേക്കൊക്കെ ആയിരിക്കും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ മാർക്കിൻ്റെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഇനിയും അലോട്ട്മെൻറ്റുകളുണ്ട്. സോ ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ നിങ്ങൾ ടോക്കൺ ഫീ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.